നമസ്കാരം, ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഹോർമുസിനെ ആശ്രയിക്കാതിരിക്കാൻ UAEയുടെ പുതിയ നീക്കം. ഫുജറയിൽ പുതിയ തുറമുഖവും കണ്ടെയ്നർ ടെർമിനൽ നിർമ്മിക്കും. (2027) സാമ്പത്തിക വർഷം CPI പണപ്പെരുപ്പം 5% RBI പലിശ നിരക്ക് ഉയർത്തില്ലെന്നും SBI റിസർച്ച്. ആഗോള വിപണിയിൽ സ്വർണ്ണവിലയിൽ ഇടിവ്. പണപ്പെരുപ്പ ഭീതിയും എണ്ണവിലയിലെ ഉയർച്ചയും വെല്ലുവിളിയെന്ന് വിദഗ്ധർ. ക്രൂഡ് ഓയിൽ വില 90-ലെത്തിയാൽ ഇന്ത്യൻ വിപണിക്ക് തിരിച്ചടിയെന്ന് വിദഗ്ധർ. വിദേശ നിക്ഷേപകർ ഇന്ത്യയെ കൈവിടാമെന്നും മുന്നറിയിപ്പ്. രാജ്യത്തെ മൊത്തവില പണപ്പെരുപ്പം ജൂണിൽ 9.87% ഉയർന്നു. കാരണമായത് ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റം. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ ഓഹരി വിപണി നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 561.46 പോയിന്റ് ഇടിഞ്ഞ് 77,054.94 158.95 പോയിന്റ് ഇടിഞ്ഞ് 24,052.05 ക്ലോസ് ചെയ്തു. വിശദാംശങ്ങളുമായി നിഖിൽ ചേരുന്നുണ്ട്. നിഖിൽ, ഇന്ന് വിപണി നഷ്ടത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇന്നത്തെ ഒരു ട്രേഡിംഗ് എന്തായാലും നോക്കുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം സമാധാനിക്കാൻ യാതൊന്നും കാണാത്ത ഒരു രീതിയിൽ തന്നെയുള്ളൊരു ക്ലോസിംഗ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള കാരണം നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും വർദ്ധിച്ചു വരുന്ന US ഇറാൻ സംഘർഷം തന്നെയാണ് അതിൻ്റെ കേന്ദ്രബിന്ദുവായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നത്. ക്രൂഡ് ഓയിൽ വിലകൾ പ്രൈസസ് പരിശോധിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ജമ്പ് ഇന്നും ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടായിരിക്കുന്നു. ഏകദേശം $85-86 പെർ ബാരൽ എന്ന് പറഞ്ഞ നിരക്കിലേക്ക് ബ്രന്റ് ക്രൂഡ് ഫ്യൂച്ചേഴ്സ് എത്തിയിരിക്കുന്നു. ഇന്ത്യൻ രൂപ പരിശോധിക്കുകയാണെങ്കിലും ഒരു ഇടിവ് ഇന്നിപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ രൂപയുടെ ഒരു പ്രകടനം പരിശോധിക്കുകയാണെങ്കിലും USD INR ഏകദേശം $96.19 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിലവിൽ ഇപ്പോൾ ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ രൂപയെ സംബന്ധിച്ചിടത്തോളം ഒരു വീക്ക്നെസ് നിലവിൽ ഇപ്പോൾ തുടരുന്നുണ്ട്. കൂടാതെ ഗ്ലോബൽ ക്യൂസ് നോക്കുകയാണെങ്കിലും അത്രത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഗ്ലോബൽ ക്യൂസ് ലഭിച്ചു എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ടും സാധിക്കില്ല എന്നൊരു കാര്യമുണ്ട്. പല രീതിയിലുള്ള വാർത്തകൾ നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻസ് പരിശോധിക്കുകയാണെങ്കിലും ഒക്കെ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള പല ക്യൂസും അല്ല ലഭിക്കുന്നത്. ഇന്ത്യയുടെ തന്നെ WPI ഇൻഫ്ലേഷൻ പരിശോധിക്കുകയാണെങ്കിലും മുകളിലോട്ട് പോകുന്ന ഒരു കാഴ്ചയായിരുന്നു. CPI ഇൻഫ്ലേഷൻ നോക്കുമ്പോഴും മുകളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു എന്നതൊക്കെ തന്നെ ചെറിയ രീതിയിലൊക്കെ തന്നെ ഒരു പണപ്പെരുപ്പത്തിൻ്റെ ഒരു ഭീതി ചെറിയ രീതിയിലെങ്കിലും വരുന്നോ എന്നൊരു ആശങ്ക നിലവിലിപ്പോൾ നൽകുന്നുണ്ട്. അതായത് ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ പ്രശ്നമില്ലെങ്കിൽ ഈ ഒരു കണക്കുകളൊക്കെ തന്നെ ഒരു പോസിറ്റീവായിട്ട് തന്നെ വിപണി സ്വീകരിച്ചേനെ. എന്നാൽ നിലവിലുള്ള ജിയോ പൊളിറ്റിക്കൽ പ്രശ്നം ഒരു ഭാഗത്ത് നിൽക്കുന്നു. അതുകൂടാതെ മൺസൂൺ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവും മറ്റൊരു വശത്ത് നിൽക്കുന്നത് മാർക്കറ്റിന് ഒരു ഭീതി എന്തായാലും സൃഷ്ടിക്കുന്നുണ്ട്. വ്യക്തമാണ്. ഇന്ത്യൻ ഓഹരി വിപണി നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും നിഖിൽ. ഹോർമുസിനെ ആശ്രയിക്കാതിരിക്കാൻ പുതിയ നീക്കവുമായി UAE. ഫുജറയിൽ പുതിയ തുറമുഖവും കണ്ടെയ്നർ ടെർമിനലും നിർമ്മിക്കും. ഒമാൻ കടലിൽ സ്ഥിതി ചെയ്യുന്ന ഫുജൈറയിൽ പുതിയ തുറമുഖവും കണ്ടെയ്നർ ടെർമിനലും നിർമ്മിക്കാൻ DP വേൾഡ് തയ്യാറെടുക്കുകയാണ്. പദ്ധതി യാഥാർത്ഥ്യമായാൽ ചരക്ക് കപ്പലുകൾക്ക് ഹോർമുസിൽ പ്രവേശിക്കാതെ ഫുജൈറയിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് നടത്താം. UAEയുടെ ഈ നീക്കം ഇന്ത്യക്കും ഗുണം ചെയ്യും. ഫുജൈറ തുറമുഖവും പുതിയ പൈപ്പ് ലൈനുകളും യാഥാർത്ഥ്യമാകുന്നതോടെ ഹോർമുസിനെ ആശ്രയിക്കാതെ എണ്ണ ഇന്ത്യയിലേക്ക് തടസ്സമില്ലാതെ എത്തിക്കാൻ സാധിക്കും. ഇത് ഇന്ത്യയുടെ ഇന്ധന സുരക്ഷയ്ക്ക് വലിയൊരു കവചമാണ്. നിലവിൽ ഹോർമുസിലൂടെ സഞ്ചരിക്കാൻ ഇൻഷുറൻസ് തുക ഉൾപ്പെടെയുള്ള ചെലവുകൾ വളരെ കൂടുതലാണ്. പകരം ഫുജൈറ വഴി ചരക്കുകൾ നീങ്ങുമ്പോൾ ആഗോളതലത്തിൽ ലോജിസ്റ്റിക്സ് ചെലവ് കുറയും. ഇത് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെയും അസംസ്കൃത വസ്തുക്കളുടെയും വില കുറയാൻ സഹായിക്കും. അതുപോലെ ഫുജൈറയിൽ ഒരു ബാക്കപ്പ് തുറമുഖമുണ്ടാകുന്നത് വഴി മർച്ചന്റ് ഷിപ്പുകൾക്ക് കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥയും ഒഴിവാകും. ചുരുക്കത്തിൽ ഇന്ത്യയുടെ പണപ്പെരുപ്പത്തെ നിയന്ത്രിക്കുന്നതിലും ക്രൂഡ് ഓയിൽ വിലയിലെ അസ്ഥിരത കുറയ്ക്കുന്നതിലും സുഗമമായ വ്യാപാരം ഉറപ്പാക്കുന്നതിലും UAEയുടെ ഈ ബ്ലൂ പ്രിന്റ് വലിയ ആശ്വാസമായിരിക്കും. പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചാൽ 18 മാസത്തിനകം നിർമ്മാണം പൂർത്തിയാകും. $100 മില്യൺ നിക്ഷേപമാണ് ഇതിനായി വകയിരുത്തിയിരിക്കുന്നത്. ഇതിനൊപ്പം ദിബ്ബ, ഗോർ ഫുക്കാൻ തുടങ്ങിയ മറ്റ് കിഴക്കൻ തീരത്തെ തുറമുഖങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളും UAE വികസിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.
2027 സാമ്പത്തിക വർഷം ഉപഭോക്തൃ വില സൂചിക പണപ്പെരുപ്പം 5% റിപ്പോർട്ട്. റിസർവ് ബാങ്ക് പലിശ നിരക്ക് ഉയർത്തില്ലെന്നും SBI റിസർച്ച്. ഈ സാമ്പത്തിക വർഷത്തിന്റെ മധ്യഭാഗത്ത് പണപ്പെരുപ്പം അല്പം ഉയർന്നു നിൽക്കുമെങ്കിലും പിന്നീട് അത് ക്രമേണ കുറയുമെന്നാണ് SBIയുടെ പ്രവചനം. രണ്ടാം ഭാഗത്തിൽ 5.1%, മൂന്നാം ഭാഗത്തിൽ 5.7%, നാലാം ഭാഗത്തിൽ വീണ്ടും 5.1%ആയിരിക്കും പണപ്പെരുപ്പം. ജൂൺ മാസം പണപ്പെരുപ്പം 3.93% നിന്നും 4.38% ഉയർന്നിട്ടുണ്ട്. ഇതിന് പ്രധാന കാരണം ഭക്ഷണ സാധനങ്ങളുടെയും ഗതാഗത ചെലവുകളുടെയും സേവന മേഖലയുടെയും വിലയിലുണ്ടായ വർധനവാണെന്ന് SBI റിസർച്ച് വ്യക്തമാക്കി. എങ്കിലും നിക്ഷേപകർക്കും സാധാരണക്കാർക്കും ആശ്വാസം നൽകുന്ന ചില കാര്യങ്ങളുണ്ട്. രൂപയുടെ വിനിമയ നിരക്കിലെ സ്ഥിരതയും വിദേശത്തുനിന്നുള്ള മികച്ച മൂലധന നിക്ഷേപവും പണപ്പെരുപ്പത്തെ നിയന്ത്രിക്കാൻ സഹായിക്കും. വിദേശ നാണ്യ വിപണിയിലെ RBIയുടെ ഇടപെടലുകൾ ഡോളറിനെതിരെയുള്ള രൂപയുടെ മൂല്യം പിടിച്ചു നിർത്താൻ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. മെയ് മാസത്തിൽ RBIയുടെ നെറ്റ് ഫോർവേഡ് പൊസിഷൻ $106.6 ബില്യൺ വർദ്ധിച്ചത് ഇതിന്റെ തെളിവാണ്. ഈ സാഹചര്യത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പലിശ നിരക്കുകളിൽ വലിയ മാറ്റങ്ങൾ വരുത്താതെ ഒരു പ്രൊലോങ്ഡ് പോസ് അഥവാ നീണ്ട ഇടവേള തുടരാനാണ് സാധ്യത. ചുരുക്കത്തിൽ ആഗോളതലത്തിലെ ചരക്ക് വിലകളും രൂപയുടെ കരുത്തും ചേർന്ന് വരും മാസങ്ങളിൽ ഇന്ത്യൻ വിപണിയെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് കണ്ടറിയണമെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആഗോള വിപണിയിൽ വീണ്ടും താഴേക്കിറങ്ങി സ്വർണം. പണപ്പെരുപ്പ ഭീതിയും എണ്ണവിലയിലെ ഉയർച്ചയും വെല്ലുവിളിയെന്ന് വിദഗ്ധർ. സ്പോട്ട് ഗോൾഡ് 3% ഇടിഞ്ഞ് $3,996 താഴ്ന്നു. യുദ്ധം തന്നെയാണ് ഈ ഇടിവിന്റെ പ്രധാന കാരണം. ഹോർമുസിലെ തടസ്സങ്ങൾ എണ്ണവില കുതിച്ചുയരാൻ കാരണമായി. ഇത് ആഗോളതലത്തിൽ പണപ്പെരുപ്പ ഭീതി വർദ്ധിപ്പിക്കുകയും തൽഫലമായി US ഫെഡ് പലിശ നിരക്കുകൾ ദീർഘകാലത്തേക്ക് ഉയർത്തിയേക്കുമെന്ന ആശങ്ക ശക്തമാവുകയും ചെയ്തു. നിരക്കുയരുന്നത് സ്വർണത്തിന്റെ ആകർഷണീയത കുറയ്ക്കും. സെപ്റ്റംബറിൽ ഫെഡ് പലിശ വർദ്ധിപ്പിക്കാനുള്ള സാധ്യത ഇപ്പോൾ 72% ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇത് 63%. ഇതോടെ സ്വർണത്തിലെ നിക്ഷേപകർ നെറ്റ് ലോങ് പൊസിഷനുകൾ വെട്ടിക്കുറയ്ക്കാൻ തുടങ്ങി. എന്നാൽ ഇവിടെയാണ് സാമ്പത്തിക വിദഗ്ധരുടെ ശ്രദ്ധേയമായ മറ്റൊരു നിരീക്ഷണം. ഹോർമുസ് കൂടുതൽ കാലം അടഞ്ഞുകിടക്കുകയാണെങ്കിൽ ഇത് ആഗോളതലത്തിൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാക്കും. ഇത് ഡിമാൻഡ് തകർച്ചയ്ക്ക് വഴി തുറക്കും. ഇങ്ങനെയൊരു ഡിഫ്ലേഷണറി സാഹചര്യം ഉടലെടുത്താൽ സ്വർണത്തിന് അത് താങ്ങായി മാറാൻ സാധ്യതയുണ്ടെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് കെവിൻ വാഷിന്റെ വരാനിരിക്കുന്ന കോൺഗ്രസ് സാക്ഷ്യപ്പെടുത്തലിലേക്കാണ്. കൂടാതെ വരാനിരിക്കുന്ന അമേരിക്കൻ പണപ്പെരുപ്പ കണക്കുകളും ഫെഡ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണങ്ങളും സ്വർണ്ണവിലയിൽ നിർണായക മാറ്റങ്ങൾ വരുത്തിയേക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ക്രൂഡ് ഓയിൽ വില 90-ലെത്തിയാൽ ഇന്ത്യൻ വിപണിക്ക് തിരിച്ചടിയെന്ന് വിദഗ്ധർ. വിദേശ നിക്ഷേപകർ ഇന്ത്യയെ കൈവിടാമെന്നും മുന്നറിയിപ്പ്. എണ്ണവില $90 മുതൽ $100 വരെ ഉയരുകയും അവിടെ തന്നെ തുടരുകയും ചെയ്താൽ അത് ഇന്ത്യയുടെ ബാലൻസ് ഓഫ് പേയ്മെന്റ് കമ്മി വർദ്ധിപ്പിക്കും. ഇന്ധന ഇറക്കുമതിയിലെ ഈ പ്രതിസന്ധി രൂപയുടെ മൂല്യത്തെ ബാധിക്കുകയും വിദേശ നിക്ഷേപകരെ വീണ്ടും ജാഗ്രതയിലാക്കുകയും ചെയ്യുമെന്നാണ് ജിയോജിത്തിലെ BK വിജയകുമാർ നൽകുന്ന മുന്നറിയിപ്പ്. എക്കണോമിക്സ് റിസർച്ച് ഫൗണ്ടർ ചോക്കലിംഗം G ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത നൽകുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് എണ്ണവില. രൂപയുടെ മൂല്യം, വ്യാപാര കമ്മി, പണപ്പെരുപ്പം, വിദേശ നാണ്യശേഖരം തുടങ്ങി ഒട്ടുമിക്ക സാമ്പത്തിക ഘടകങ്ങളെയും ഇത് നേരിട്ട് ബാധിക്കുന്നു. എണ്ണവില $100 അടുക്കുകയാണെങ്കിൽ വിദേശ നിക്ഷേപകർ ഇന്ത്യൻ വിപണിയിലെ തങ്ങളുടെ പണലഭ്യതയ്ക്ക് ബ്രേക്കിടുമെന്നാണ്. എന്നിരുന്നാലും ഗോൾഡ്മാൻ സാക്സ് പോലുള്ള ആഗോള ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ ഇന്ത്യൻ ഓഹരികളിൽ ഇപ്പോഴും ശുഭാപ്തി വിശ്വാസം പുലർത്തുന്നുണ്ടെന്നത് നിക്ഷേപകർക്ക് ആശ്വാസകരമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തെ മൊത്തവില പണപ്പെരുപ്പം ജൂണിൽ 9.87% ഉയർന്നു. കാരണമായത് ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റം. രാജ്യത്ത് മൊത്തവില സൂചിക അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പം മെയ് മാസത്തിലെ 9.68% നിന്ന് ജൂണിൽ 9.87% ഉയർന്നു. മുൻവർഷത്തെ അപേക്ഷിച്ച് 9.15% വർധനയുണ്ടാകുമെന്ന സാമ്പത്തിക വിദഗ്ധരുടെ പ്രവചനത്തെ മറികടന്നാണ് ഈ വർധന. ഭക്ഷ്യവസ്തുക്കൾ, ധാതു എണ്ണകൾ, അടിസ്ഥാന ലോഹങ്ങൾ, രാസവസ്തുക്കളും അനുബന്ധ ഉൽപ്പന്നങ്ങളും എന്നിവയുടെ വിലയിലുണ്ടായ വർധനയാണ് ഈ ഉയർച്ചയ്ക്ക് പ്രധാന കാരണം. ഉപഭോക്തൃവില സൂചിക അടിസ്ഥാനമാക്കിയുള്ള ചില്ലറ വില പണപ്പെരുപ്പം മെയ് മാസത്തിലെ 3.93% നിന്ന് ജൂണിൽ 4.38% ഉയർന്നു. ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റം രാജ്യത്ത് രൂക്ഷമാകുന്നു. ഉപഭോക്തൃ ഭക്ഷ്യവില സൂചിക പ്രകാരമുള്ള ഭക്ഷ്യവസ്തുക്കളുടെ പണപ്പെരുപ്പം മെയ് മാസത്തിലെ 4.49% നിന്ന് ജൂണിൽ 6.14% ഉയർന്നു.
പ്രധാന മൊത്തവില സൂചിക വിഭാഗങ്ങളിൽ പ്രാഥമിക ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റം മെയ്യിലെ 4.99% നിന്ന് ജൂണിൽ 7% ഉയർന്നു. ഈ വിഭാഗത്തിനുള്ള സൂചിക മുൻമാസത്തെ 113.7 നിന്ന് 116.1 വർദ്ധിച്ചു. ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റം മെയ്യിലെ 3.6% നിന്ന് ജൂണിൽ 5.49%, ഭക്ഷ്യേതര ഉൽപ്പന്നങ്ങളുടേത് 9.49% നിന്ന് 11.07% ഉയർന്നു. ഇന്ധന ഊർജ്ജ വിഭാഗത്തിലെ വിലക്കയറ്റം മെയ്യിലെ 30.33% നിന്ന് ജൂണിൽ 27.41% കുറഞ്ഞു. ധാതു എണ്ണകളുടെ വിലയിലുണ്ടായ കുറവ് മൂലം ഈ വിഭാഗത്തിന്റെ സൂചികയിൽ പ്രതിമാസാടിസ്ഥാനത്തിൽ 1.68% ഇടിവുണ്ടായപ്പോൾ വൈദ്യുതി നിരക്കുകളിൽ മാറ്റമൊന്നുമുണ്ടായില്ല. ജൂണിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റ നിരക്ക് 7.48% മാറ്റമില്ലാതെ തുടർന്നു. ഇവയുടെ സൂചിക മെയ് മാസത്തിലെ പോലെ 107.8 എന്ന നിലയിൽ തന്നെയായിരുന്നു. സംസ്കരിച്ച ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റ നിരക്ക് 6.14% നിന്ന് 7.2%, വസ്ത്രങ്ങളുടെ വിലക്കയറ്റ നിരക്ക് 10.22% നിന്ന് 10.85% ഉയർന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 10 രൂപയും പവന് 80 രൂപയുമാണ് ഇന്ന് കുറഞ്ഞത്. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന് 13,090 രൂപയും പവന് 1,04,720 രൂപയുമായി. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 10,760 രൂപയും പവന് 86,080 രൂപയുമാണ് വിപണി വില. വെള്ളി ഗ്രാമിന് 235 രൂപയിലാണ് വ്യാപാരം. കാർഷിക വാർത്തകൾ. തേയില ലേല വ്യാപാരത്തിൽ വീണ്ടും മാറ്റം. രാജ്യത്തെ ഏറ്റവും വലിയ തേയില ലേല കേന്ദ്രമായ കൊൽക്കത്തയിൽ വെബ് അധിഷ്ഠിത ലേല സംവിധാനം നടപ്പാക്കുന്നത് വീണ്ടും മാറ്റിവെച്ച് ടീ ബോർഡ്. കൊൽക്കത്ത ടീ ലേല കേന്ദ്രത്തിൽ വെബ് അധിഷ്ഠിത ലേല സംവിധാനം നടപ്പാക്കുന്നത് ടീ ബോർഡ് വീണ്ടും മാറ്റിവെച്ചു. ജൂലൈ 14 മുതൽ പുതിയ സംവിധാനം ആരംഭിക്കാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇത് സെയിൽ നമ്പർ 31 അതായത് ജൂലൈ 21, 22 തീയതികളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വ്യാപാരികളുടെയും ബ്രോക്കർമാരുടെയും ഭാഗത്തു നിന്നുള്ള കൂടുതൽ സാങ്കേതിക തയ്യാറെടുപ്പുകൾക്കും സംവിധാന പരിശോധനകൾക്കും സമയം അനുവദിക്കാനാണ് തീരുമാനം. പുതിയ വെബ് അധിഷ്ഠിത പ്ലാറ്റ്ഫോം വഴി തേയില ലേല നടപടികൾ കൂടുതൽ സുതാര്യവും വേഗത്തിലുമാക്കുകയും ഡിജിറ്റൽ ഇടപാടുകൾ ശക്തിപ്പെടുത്തുകയും ചെയ്യുകയാണ് ടീ ബോർഡിന്റെ ലക്ഷ്യം. എന്നാൽ തുടർച്ചയായ പ്രഖ്യാപനം നീളുന്നത് വിപണിയിൽ ആശയക്കുഴപ്പത്തിനും ഇടയാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്ത് സോയാബീൻ ഇറക്കുമതി കുതിച്ചുയരുന്നു. ആഭ്യന്തര ഉൽപ്പാദനക്കുറവും ഉയർന്ന വിലയുമാണ് സോയാബീൻ ഇറക്കുമതി കുതിച്ചതെന്ന് SOPA വ്യക്തമാക്കി. രാജ്യത്ത് 2025-26 എണ്ണവിത്ത് വർഷത്തിൽ ജൂൺ അവസാനത്തോടെ സോയാബീൻ ഇറക്കുമതി 7.77 ലക്ഷം ടണ്ണിലെത്തിയതായി സോയാബീൻ പ്രൊസസ്സേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ കണക്ക് വ്യക്തമാക്കുന്നു. ആഭ്യന്തര വിപണിയിൽ ഉൽപ്പാദനം കുറഞ്ഞതും സോയാബീൻ വില ഉയർന്നതുമാണ് ഇറക്കുമതി വർദ്ധിക്കാൻ പ്രധാന കാരണം. സെപ്റ്റംബർ അവസാനത്തോടെ മൊത്തം ഇറക്കുമതി 9 ലക്ഷം ടൺ വരെ എത്തുമെന്നാണ് സംഘടനയുടെ വിലയിരുത്തൽ. മറുവശത്ത് ഉയർന്ന ആഭ്യന്തര വിലയെ തുടർന്ന് സോയാബീൻ മീൽ കയറ്റുമതി 10 ലക്ഷം ടണ്ണായി താഴുമെന്ന് SOPA കണക്കാക്കുന്നു. രാജ്യത്തെ എണ്ണ വ്യവസായത്തിനും കോഴിത്തീറ്റ മേഖലയ്ക്കും ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കാനാണ് ഇറക്കുമതി വർദ്ധിപ്പിക്കുന്നതെന്നും സംഘടന അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഗുജറാത്തിലെ ഉഞ്ച ജീരകത്തിനും പെരുംജീരകത്തിനും GI ടാഗ് ലഭിച്ചു. കർഷകർക്കും സുഗന്ധവ്യഞ്ജന കയറ്റുമതി മേഖലയ്ക്കും വലിയ നേട്ടമായാണ് ഈ അംഗീകാരം വിലയിരുത്തുന്നത്. ഗുജറാത്തിലെ വടക്കൻ മേഖലയിലെ ഉഞ്ച പ്രദേശത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ജീരകത്തിനും പെരുംജീരകത്തിനുമാണ് കേന്ദ്ര സർക്കാരിന്റെ GI രജിസ്ട്രിയിൽ നിന്ന് ഭൂമിശാസ്ത്രപരമായ സൂചികയായ GI ടാഗ് ലഭിച്ചത്. ഉൽപ്പന്നങ്ങളുടെ പ്രത്യേക ഗുണനിലവാരത്തിനും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയ്ക്കുമുള്ള അംഗീകാരമാണ് GI ടാഗ്. ഇതോടെ ആഭ്യന്തര അന്തർദേശീയ വിപണികളിൽ ഉൽപ്പന്നങ്ങളുടെ വിശ്വാസ്യതയും ബ്രാൻഡ് മൂല്യവും കൂടുതൽ ശക്തമാകും. കയറ്റുമതി വർദ്ധിക്കാനും കർഷകർക്ക് മികച്ച വില ലഭിക്കാനും ഇത് സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. ഏഷ്യയിലെ ഏറ്റവും വലിയ സുഗന്ധവ്യഞ്ജന വിപണികളിലൊന്നായ ഉഞ്ച ജീരകം, പെരുംജീരകം, ഉലുവ തുടങ്ങിയ വിളകളുടെ പ്രധാന വ്യാപാര കേന്ദ്രമാണ്. GI ടാഗ് ലഭിച്ചതോടെ ഗുജറാത്തിന്റെ GI അംഗീകാരം നേടിയ കാർഷിക ഉൽപ്പന്നങ്ങളുടെ പട്ടികയും കൂടുതൽ വിപുലമായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.
പ്രവാസ ലോകത്തെ വാർത്തകൾ. വിസ കാലാവധി കഴിഞ്ഞതും സൗദി അറേബ്യയിൽ തുടരുന്ന പ്രവാസികൾക്കെതിരെ കർശന നടപടി. 1,00,000 റിയാൽ വരെ പിഴയും തടവ് ശിക്ഷയും ലഭിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. വിസയുടെ കാലാവധി കഴിഞ്ഞിട്ടും സൗദിയിൽ തുടർന്നാൽ കർശന ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. വിസ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യം വിട്ടുപോകാത്തവർക്ക് 50,000 റിയാൽ വരെ പിഴയും 6 മാസം വരെ തടവും ഇതിനു പുറമെ നാടുകടത്തലും നേരിടേണ്ടി വരുമെന്ന് മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ താമസ തൊഴിൽ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ കൂടുതൽ കർശനമായി നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നിലവിലുള്ള ശിക്ഷാ നടപടികളെക്കുറിച്ച് അധികൃതർ വീണ്ടും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സൗദിയിലെത്തുന്ന പ്രവാസികളുടെ വിസ കാലാവധി കഴിഞ്ഞിട്ടും നിയമപ്രകാരം റിക്രൂട്ട് ചെയ്യപ്പെട്ടവരുടെ യാത്രാവിവരങ്ങൾ യഥാസമയം അധികൃതരെ അറിയിക്കാത്ത സ്പോൺസർമാർക്കെതിരെയും കടുത്ത നടപടി ഉണ്ടാകുമെന്ന് പൊതുസുരക്ഷാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രാജ്യത്തെ താമസം, തൊഴിൽ, അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ ലംഘിക്കുന്നവരെ കണ്ടെത്തുന്നതിനായി പൊതുജനങ്ങളുടെ സഹകരണവും മന്ത്രാലയം തേടിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഹോർമൂസ് കടലിടുക്കിലെ തടസ്സം കാരണം ബഹ്റിൻ വ്യാപാര മേഖലയിൽ പ്രതിസന്ധി. വ്യവസായ മേഖലയ്ക്കാണ് കൂടുതൽ നഷ്ടമുണ്ടായത്. പശ്ചിമേഷ്യ യുദ്ധം കാരണം ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധിയും കടൽ വ്യോമ ഗതാഗത മാർഗങ്ങൾ തടസ്സപ്പെടുകയും ചെയ്തത് ബഹ്റിൻ വ്യാപാര മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയുണ്ടാക്കി. ഈ 3 മാസത്തിനുള്ളിൽ ഏകദേശം 694 ദശലക്ഷം ദിനാറിന്റെ ഇറക്കുമതി കുറവുണ്ടായതായാണ് കണക്കാക്കപ്പെടുന്നത്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഷിപ്പിംഗ് പാതകൾ തുറന്നതോടെ വ്യാപാരം വീണ്ടും മെച്ചപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ഏപ്രിൽ 287.7 ദശലക്ഷം ദിനാറും മെയ് മാസത്തിൽ 373.2 ദശലക്ഷം ദിനാറുമായിരുന്നു ഇറക്കുമതി. മാർച്ചിലെ ഏറ്റവും താഴ്ന്ന നിരക്കിൽ നിന്നും 69% വർധനവാണിത്. യുദ്ധത്തിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് വ്യാപാരം തിരിച്ചെത്തിയിട്ടില്ല. ജനുവരി ഫെബ്രുവരി മാസങ്ങളെ ശരാശരി ഇറക്കുമതിയുമായി താരതമ്യം ചെയ്യുമ്പോൾ മെയ് മാസത്തെ ഇറക്കുമതി 29% കുറവാണ്. 2020 കോവിഡ് മഹാമാരിക്ക് ശേഷം ബഹ്റിൻ നേരിടുന്ന ഏറ്റവും വലിയ വ്യാപാര പ്രതിസന്ധിയാണിത്. ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി 57.4%, ഓസ്ട്രേലിയയിൽ നിന്നുള്ള 81.6%, ജപ്പാനിൽ നിന്നും 69.9%, അമേരിക്കയിൽ നിന്നും 50.9% കുറവുണ്ടായി. അതേസമയം സൗദി അറേബ്യയിൽ നിന്നുള്ള ഇറക്കുമതി 18.2% വർദ്ധിച്ചു. റോഡ് മാർഗങ്ങളും ഗൾഫ് മേഖലയിലെ ചെറിയ കടൽപാതകളും പ്രയോജനപ്പെടുത്തിയത് സൗദിയിൽ നിന്നുള്ള ചരക്ക് നീക്കം സുഗമമാക്കി. വ്യവസായ മേഖലയ്ക്കാണ് വലിയ നഷ്ടമുണ്ടായത്. വാഹനങ്ങൾക്കും അനുബന്ധ ഉപകരണങ്ങൾക്കും 72.8%, അസംസ്കൃത വസ്തുക്കൾക്കും ലോഹങ്ങൾക്കും 74.9%, ധാതു ഇന്ധനങ്ങൾക്കും എണ്ണയ്ക്കും 62.5% ഇറക്കുമതി കുറഞ്ഞു. ഇരുമ്പ്, അയിര്, അലുമിനിയം ഓക്സൈഡ്, വിമാന എഞ്ചിൻ ഭാഗങ്ങൾ എന്നിവയുടെ ഇറക്കുമതിയിലും വലിയ ഇടിവുണ്ടായി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കുവൈറ്റിലെ സ്വകാര്യ ആശുപത്രികളിൽ പണമിടപാടുകൾക്ക് പുതിയ നിബന്ധന. വൻതുകയുടെ ഇടപാടുകൾക്ക് പേയ്മെന്റ് നിർബന്ധമാക്കി. കുവൈറ്റിൽ സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങളിൽ 10 ദിനാറിലധികമുള്ള പണ ഇടപാടുകൾക്ക് വാണിജ്യ വ്യവസായ മന്ത്രാലയം നിയന്ത്രണം ഏർപ്പെടുത്തി. അധിക തുകയുടെ ഇടപാടുകൾക്ക് അംഗീകൃത ഇലക്ട്രോണിക് പേയ്മെന്റ് സംവിധാനങ്ങളിലൂടെ മാത്രമേ ഇനി പണം സ്വീകരിക്കൂ. ആശുപത്രികൾ, മെഡിക്കൽ സെന്ററുകൾ, ക്ലിനിക്കുകൾ തുടങ്ങി എല്ലാ സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങൾക്കും പുതിയ നിബന്ധന ബാധകമാണ്. തിങ്കളാഴ്ച മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നു. നിയമം ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ അടച്ചുപൂട്ടൽ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. സാമ്പത്തിക സുതാര്യത ഉറപ്പാക്കാനും ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെയും ഭാഗമായാണ് ഈ നീക്കം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. പുതിയ ലുക്കിൽ ഇന്നോവ ഹൈക്രോസ് ഫേസ് ലിഫ്റ്റ് അവതരണത്തിനൊരുങ്ങി ടൊയോട്ടോ. ഇന്ത്യൻ പ്രീമിയം MPV വിപണിയിൽ മികച്ച സ്വീകാര്യത നേടിയ ടൊയോട്ട ഇന്നോവ ഹൈക്രോസിന്റെ ഫേസ് ലിഫ്റ്റ് പതിപ്പ് ഉടൻ വിപണിയിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. പരീക്ഷണ ഓട്ടത്തിനിടെ പുതിയ മോഡൽ ക്യാമറയിൽ പതിഞ്ഞതോടെയാണ് വാഹനപ്രേമികളുടെ പ്രതീക്ഷ ഉയർന്നത്. പുറത്തുവന്ന സ്പൈ ചിത്രങ്ങൾ പ്രകാരം മുൻവശത്തും പിൻവശത്തും പുതിയ ബമ്പർ ഡിസൈൻ, പുതുക്കിയ ഹെഡ് ലാമ്പ്, ടെയിൽ ലാമ്പ് സിഗ്നേച്ചർ, പുതിയ അലോയ് വീലുകൾ എന്നിവ ഉൾപ്പെടെയുള്ള മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. ക്യാബിനിലും പുതിയ അപ്ഹോൾസ്റ്ററി, കൂടുതൽ പ്രീമിയം ഫീച്ചറുകൾ, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിലെ അപ്ഡേറ്റുകൾ എന്നിവ ലഭിച്ചേക്കും. അതേസമയം എഞ്ചിനിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. നിലവിലുള്ള 2.0 ലിറ്റർ പെട്രോൾ, ശക്തമായ ഹൈബ്രിഡ് പവർ ട്രെയിൻ ഓപ്ഷനുകൾ തന്നെ തുടർന്നേക്കുമെന്നാണ് സൂചന. മികച്ച ഇന്ധനക്ഷമതയും സുഖപ്രദമായ യാത്രാനുഭവവും തുടർന്നും ഈ മോഡലിന്റെ പ്രധാന ആകർഷണങ്ങളായിരിക്കും.
മാരുതി, ഇൻവിക്ടോ ഉൾപ്പെടെയുള്ള എതിരാളികളുമായുള്ള മത്സരം ശക്തമാകുന്ന സാഹചര്യത്തിൽ ഇന്നോവ ഹൈക്രോസിന്റെ ജനപ്രീതി നിലനിർത്തുകയാണ് ഈ ഫേസ് ലിഫ്റ്റിലൂടെ ടൊയോട്ട ലക്ഷ്യമിടുന്നത്. ഔദ്യോഗിക ലോഞ്ച് തീയതി കമ്പനി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും വരും മാസങ്ങളിൽ വാഹനം ഇന്ത്യൻ വിപണിയിൽ എത്തുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആഗോള സ്മാർട്ട് ഫോൺ വിപണിയിൽ ശ്രദ്ധേയമായ സാന്നിധ്യമുള്ള OnePlus അമേരിക്കയിലും യൂറോപ്പിലും വിൽപ്പന നിർത്താൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ. ഈ നീക്കം കമ്പനിയുടെ ഭാവി തന്ത്രത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ആക്കം കൂട്ടുകയാണ്. വിലക്കുറവിൽ ഫ്ളാഗ്ഷിപ്പ് സ്മാർട്ട് ഫോണുകൾ അവതരിപ്പിച്ച് ആഗോള ശ്രദ്ധ നേടിയ OnePlus അമേരിക്കയിലും യൂറോപ്പിലും വിൽപ്പന അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ. മാതൃകമ്പനിയായ ഓപ്പോയുടെ ആഗോള ബിസിനസ് പുനഃസംഘടനയുടെ ഭാഗമായാണ് ഈ നീക്കമെന്നാണ് സൂചന. ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ ഉണ്ടായിട്ടില്ലെങ്കിലും അടുത്ത ദിവസങ്ങളിൽ കമ്പനിയുടെ പുതിയ തന്ത്രം പ്രഖ്യാപിക്കുമെന്നാണ് അന്താരാഷ്ട്ര ടെക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കയിലെയും യൂറോപ്പിലെയും വിപണികളിൽ നിന്നും OnePlus ബ്രാൻഡ് പിന്മാറുകയും ആ മേഖലകളിൽ ഓപ്പോ കൂടുതൽ സാന്നിധ്യം ഉറപ്പാക്കുകയും ചെയ്യാനാണ് സാധ്യത. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി യൂറോപ്പിലെ ഔദ്യോഗിക സ്റ്റോറുകളിൽ പല OnePlus മോഡലുകളും ലഭ്യമല്ലാത്തതും ഈ നീക്കത്തിന്റെ സൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം ഇന്ത്യയും ചൈനയും OnePlusന്റെ പ്രധാന വിപണികളായി തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ. നിലവിലുള്ള ഉപഭോക്താക്കൾക്കുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളും ആഫ്റ്റർ സെയിൽസ് സേവനങ്ങളും തുടരുമോ എന്ന കാര്യത്തിൽ കമ്പനി ഇതുവരെ വ്യക്തത നൽകിയിട്ടില്ല. നേരത്തെ ഇത്തരം അഭ്യൂഹങ്ങൾ കമ്പനി നിഷേധിച്ചിരുന്നെങ്കിലും പുതിയ റിപ്പോർട്ടുകൾ വീണ്ടും അനിശ്ചിതത്വം വർദ്ധിപ്പിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഐഫോണിനെ കൂടുതൽ സ്മാർട്ടാക്കാൻ ആപ്പിളിന്റെ പുതിയ നീക്കം. iOS 27 പബ്ലിക് ബീറ്റയിലൂടെ വമ്പൻ മാറ്റങ്ങളുമായി എത്തിയിരിക്കുകയാണ് ആപ്പിൾ. ഐഫോൺ ഉപയോക്താക്കൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന iOS 27 പബ്ലിക് ബീറ്റ ആപ്പിൾ പുറത്തിറക്കി. ആപ്പിളിന്റെ ബീറ്റ സോഫ്റ്റ്വെയർ പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അനുയോജ്യമായ ഐഫോണുകളിൽ ഈ അപ്ഡേറ്റ് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാം. സെപ്റ്റംബറിൽ പുറത്തിറങ്ങുന്ന സ്ഥിരം പതിപ്പിന് മുൻപുള്ള പരീക്ഷണ പതിപ്പാണിത്. ഈ അപ്ഡേറ്റിലെ ഏറ്റവും വലിയ പ്രത്യേകത സിറി AI ആണ്. കൂടുതൽ സ്വാഭാവികമായി സംസാരിക്കാനും സ്ക്രീനിലെ വിവരങ്ങൾ മനസ്സിലാക്കി ആവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യാനും പുതിയ സിരിക്കാകും. കൂടാതെ ലിക്വിഡ് ഗ്ലാസ് ഡിസൈനിൽ കൂടുതൽ കസ്റ്റമൈസേഷൻ, മെച്ചപ്പെട്ട ആനിമേഷനുകൾ, വേഗതയേറിയ പ്രകടനം എന്നിവയും iOS 27 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്ക്രീൻ ടൈം നിയന്ത്രണങ്ങൾ, കുട്ടികളുടെ സുരക്ഷാ സംവിധാനങ്ങൾ, ഷോർട്ട് കട്ടുകൾ, ആപ്പിൾ ഇന്റലിജൻസ് ഫീച്ചറുകൾ എന്നിവയിലും ആപ്പിൾ ശ്രദ്ധേയമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അനുയോജ്യമായ ഐഫോണുകളിൽ ഈ ഫീച്ചറുകൾ ഘട്ടം ഘട്ടമായി ലഭ്യമാകും. അതേസമയം ഇത് പരീക്ഷണ പതിപ്പായതിനാൽ ചില ബഗുകളും ആപ്പുകളുടെ പ്രവർത്തന പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ആപ്പിൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിനാൽ ഫോൺ ഉപയോഗിക്കുന്നവർ ഡാറ്റ ബാക്കപ്പ് എടുത്ത ശേഷം മാത്രമേ ബീറ്റ ഇൻസ്റ്റാൾ ചെയ്യാവൂ. സ്ഥിരം പതിപ്പ് ഈ വർഷം സെപ്റ്റംബറിൽ പുതിയ ഐഫോൺ സീരീസിനൊപ്പം പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരള വാർത്തകൾ. ഇന്റർനെറ്റ് കുടിശ്ശിക തീർത്തതോടെ സംസ്ഥാനത്തെ AI ക്യാമറകൾ വീണ്ടും സജീവമായി. കൺട്രോൾ റൂമിലേക്ക് ക്യാമറകളിൽ നിന്നുള്ള നിയമലംഘന ദൃശ്യങ്ങൾ എത്തിത്തുടങ്ങി. ഇന്റർനെറ്റ് കണക്ഷൻ പുനഃസ്ഥാപിച്ചതോടെ AI ക്യാമറകൾ വീണ്ടും പൂർണ്ണ സജീവമായി. ക്യാമറകളുടെ ചുമതലക്കാരായ കെൽട്രോൺ കുടിശ്ശിക നൽകാത്തതിനാൽ ജിയോ കമ്പനി ഇന്റർനെറ്റ് കണക്ഷൻ വിച്ഛേദിച്ചിരുന്നു. സർക്കാരാണ് കെൽട്രോണിന് പണം നൽകേണ്ടിയിരുന്നത്. ഇത് ലഭിച്ചില്ലെങ്കിലും കെൽട്രോൺ തന്നെ ഫണ്ട് കണ്ടെത്തി കുടിശ്ശിക അടയ്ക്കുകയായിരുന്നു. കുടിശ്ശികയെ തുടർന്ന് കഴിഞ്ഞ 2 ആഴ്ചയായി ക്യാമറകൾ പകർത്തിയ ദൃശ്യങ്ങൾ കൺട്രോൾ റൂമിൽ എത്തിയിരുന്നില്ല. എന്നാൽ ദൃശ്യങ്ങൾ ക്യാമറകളിൽ തന്നെ ശേഖരിച്ചു വെച്ചിരുന്നു. കുടിശ്ശിക തീർത്തോടെ ഇപ്പോൾ ആദ്യം ലഭിക്കുന്നത് ഈ കെട്ടിക്കിടന്ന നിയമലംഘന ദൃശ്യങ്ങളാണ്. കൊച്ചിയിൽ സ്ഥാപിച്ച 63 ക്യാമറകളിൽ 11 എണ്ണം തകരാറായതിനാൽ നിലവിൽ 52 ക്യാമറകളാണ് പ്രവർത്തിക്കുന്നത്. 2 ആഴ്ചക്കിടെ 20,000-ഓളം നിയമലംഘനങ്ങൾ ക്യാമറകൾ രേഖപ്പെടുത്തിയെന്നാണ് കണക്ക് വ്യക്തമാക്കുന്നത്. പ്രതിമാസ ശരാശരി 35,000 മുതൽ 40,000 വരെ നിയമലംഘന ദൃശ്യങ്ങൾ ലഭിക്കുന്നുണ്ട്. AI ക്യാമറകൾ വഴി ഇതുവരെ 80.5 കോടി രൂപയുടെ പിഴ ചുമത്തിയതിൽ ഏകദേശം 30 കോടി രൂപ പിരിച്ചെടുത്തിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കിഫ്ബി അഴിച്ചുപണിക്ക് സംസ്ഥാന സർക്കാർ. കിഫ്ബിയെക്കുറിച്ച് പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. സംസ്ഥാന വികസനത്തിന് കുറ്റമറ്റ സംവിധാനവുമായി കിഫ്ബിയെ മാറ്റണമെന്നാണ് സർക്കാരിന്റെ നിർദ്ദേശം. റിട്ടയേർഡ് IAS ഉദ്യോഗസ്ഥ സുധാ പിള്ളയെ വിദഗ്ധ സമിതിയുടെ ചെയർപേഴ്സണായി തെരഞ്ഞെടുത്തു. സമിതിയിൽ 5 അംഗങ്ങളാണുള്ളത്. കിഫ്ബി പുനഃസംഘടനയ്ക്കുള്ള സമഗ്ര നിർദ്ദേശവും സമിതി സമർപ്പിക്കണം. 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. കിഫ്ബിയുടെ ആദ്യകാല ലക്ഷ്യങ്ങളും ചുമതലകളും പ്രവർത്തനങ്ങളിൽ വരുത്തിയ മാറ്റങ്ങളും പ്രത്യാഘാതങ്ങളും സമിതി പരിശോധിക്കും. വിവിധ ഘട്ടങ്ങളിൽ എടുത്ത കടം സുസ്ഥിരമായ പ്രൊജക്ടുകൾക്ക് വേണ്ടിയായിരുന്നു എന്നും
മസാല ബോണ്ടുകൾ വഴിയും മറ്റു മാർഗങ്ങളിലൂടെയും നടത്തിയ കടമെടുപ്പുകളുടെ ചെലവുകളും പരിശോധനാ പരിധിയിൽ വരും. നിയമപരമായ കൃത്യത ഉറപ്പാക്കുന്നതിനൊപ്പം വിവിധ ജില്ലകൾക്കും മേഖലകൾക്കും മുൻഗണനാടിസ്ഥാനത്തിൽ തുല്യമായ രീതിയിലാണോ ഫണ്ട് അനുവദിച്ചതെന്നും സമിതി പരിശോധിക്കും. നിലവിൽ കിഫ്ബി നേരിട്ട് നിയമിച്ച 400ഓളം കരാർ ജീവനക്കാരുടെ നിയമനവും പുനഃപരിശോധിക്കും. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കിഫ്ബിയുടെ സാമ്പത്തിക കാര്യങ്ങളിലും നിയമനങ്ങളിലും സർക്കാരിന്റെ നിയന്ത്രണം വരും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇന്നത്തെ അറിയിപ്പുകൾ. സപ്ലൈകോയ്ക്ക് 253 കോടിയുടെ അടിയന്തര സഹായം അനുവദിച്ച് സംസ്ഥാന സർക്കാർ. മുൻ സർക്കാരുകളൊന്നും ഇത്രയും തുക ഒന്നിച്ച് അനുവദിച്ചിരുന്നില്ലെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടിയും മഞ്ഞക്കാടിന് മാത്രമായി 53 കോടിയുമാണ് സർക്കാർ അടിയന്തരമായി അനുവദിച്ചത്. മാർക്കറ്റ് ഇന്റർവെൻഷൻ സ്കീമിൽ നിന്ന് തുക അനുവദിക്കണമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് അഭ്യർത്ഥിച്ചിരുന്നു. മുൻ സർക്കാരുകളൊന്നും ഇത്രയും തുക ഒന്നിച്ച് അനുവദിച്ചിരുന്നില്ലെന്ന് മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. ഈ മാസം ആദ്യം മുൻഗണനാ റേഷൻ കാർഡുകളുടെ മാനദണ്ഡങ്ങൾ പുതുക്കി നൽകാൻ സർക്കാർ നടപടി സ്വീകരിച്ചിരുന്നു. മന്ത്രി അനൂപ് ജേക്കബ് മാനദണ്ഡങ്ങൾ പരിശോധിക്കാൻ സപ്ലൈസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. മുൻഗണനാ വിഭാഗത്തിലേക്ക് 1200 ചതുരശ്ര അടി വരെ വിസ്തീർണമുള്ള വീടുകളെ പരിഗണിക്കണം. 800 cc വരെയുള്ള കാർ ഉൾപ്പെടെയുള്ള 4 ചക്ര വാഹനങ്ങളും പട്ടികയിൽ ഉൾപ്പെടുത്തണം. ഭൂമിയുണ്ടെങ്കിലും കൃഷിയോഗ്യമല്ലെങ്കിൽ ഇളവ് നൽകണമെന്നടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കാനാണ് നിർദ്ദേശം നൽകിയത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സപ്ലൈകോയ്ക്ക് വേണ്ടി 2026-27 സീസണിൽ കർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ച് സംസ്കരിച്ച് അരിയാക്കുവാൻ താൽപ്പര്യമുള്ള സംസ്ഥാനത്തെ മില്ലുടമകളിൽ നിന്നും താൽപ്പര്യപത്രം ക്ഷണിക്കുന്നു. അപേക്ഷകർക്ക് ഈ രംഗത്ത് ചുരുങ്ങിയത് 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. സപ്ലൈകോ നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കണം. ഓഗസ്റ്റ് 5 മുമ്പ് താൽപ്പര്യപത്രം എറണാകുളം കടവന്ത്ര സപ്ലൈകോ ഹെഡ് ഓഫീസിൽ നൽകണം. വിശദവിവരങ്ങൾക്ക് www.supplyco.supplycopadi.in സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. ഹോർമൂസിനെ ആശ്രയിക്കാതിരിക്കാൻ UAE പുതിയ നീക്കം. ഫുജറയിൽ പുതിയ തുറമുഖവും കണ്ടെയ്നർ ടെർമിനലും നിർമ്മിക്കും. (2027) സാമ്പത്തിക വർഷം CPI പണപ്പെരുപ്പം 5% RBI പലിശ നിരക്ക് ഉയർത്തില്ലെന്നും SBI റിസർച്ച്. ആഗോള വിപണിയിൽ സ്വർണ്ണവിലയിൽ ഇടിവ്. പണപ്പെരുപ്പ ഭീതിയും എണ്ണവിലയിലെ ഉയർച്ചയും വെല്ലുവിളിയെന്ന് വിദഗ്ധർ. ക്രൂഡ് ഓയിൽ വില 90-ലെത്തിയാൽ ഇന്ത്യൻ വിപണിക്ക് തിരിച്ചടിയെന്ന് വിദഗ്ധർ. വിദേശ നിക്ഷേപകർ ഇന്ത്യയെ കൈവിടാമെന്നും മുന്നറിയിപ്പ്. രാജ്യത്തെ മൊത്തവില പണപ്പെരുപ്പം ജൂണിൽ 9.87% ഉയർന്നു. കാരണമായത് ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റം. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.